യുദ്ധ സമാനമായ സാഹചര്യം, അതായത് നാവിക ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചകൾക്ക് ഒരു പ്രസക്തിയും തങ്ങൾ കാണുന്നില്ല. ഹൂ ഈസ് അസിം മുനീർ ടു നെഗോഷിയേറ്റ്? ഒരു രാജ്യത്തിൻ്റെ തലവനല്ല, എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് അല്ല. അസിം മുനീർ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ മാത്രമാണ്. നിങ്ങളൊരു സമയം നിശ്ചയിച്ച്, സ്ഥലം നിശ്ചയിച്ച് പറഞ്ഞാൽ അവിടെ വന്ന് നിങ്ങളുടെ ടേംസിൽ ചർച്ചയ്ക്കിരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് IRGC. ഇന്ത്യൻ കപ്പലുകളെ ഉൾപ്പെടെ വെടിവെച്ചതും തടഞ്ഞു നിർത്തിയതും ഒക്കെ തന്നെ അത് ഇന്ത്യയെ അലോസരപ്പെടുത്തും എന്ന് അറിയാതെയൊന്നുമല്ല. പക്ഷേ തങ്ങൾക്ക് വലിപ്പച്ചെറുപ്പമില്ല. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ ഒരാഴ്ചയോളമായി ഇറാന്റെ വരവ് കാത്തിരിക്കുകയാണ്. രണ്ടാം ഘട്ട ചർച്ചകൾക്കായി US പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് വരുന്നതിന് തയ്യാറായി നിന്നു. അതിനു മുന്നോടിയായി US സുരക്ഷാ സന്നാഹമടക്കം എത്തുകയും ചെയ്തു. എന്നാൽ ഇറാൻ പ്രതിനിധികൾ ഇതുവരെ ചർച്ചയ്ക്ക് സന്നദ്ധരായിട്ടില്ല. അസിം മുനീർ നേരിട്ടെത്തി രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളുമായി ചർച്ച നടത്തിയിട്ടും ഇറാൻ പ്രതിനിധികളെ അയക്കാൻ പോലും തയ്യാറായിട്ടില്ല. നിലപാടുകൾ പൊടുന്നനെ മാറ്റുകയും പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്ന ട്രംപിനെ മാത്രമല്ല, മധ്യസ്ഥരുടെ റോളിലെത്തിയ പാകിസ്ഥാന്റെ നീക്കങ്ങളിലും ഇറാന് അവിശ്വാസമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ഇറാൻ പൊളിക്കുകയാണോ? ഇറാൻ ഇനി വരില്ലേ ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങളിലേക്ക്? ഇറാൻ വരില്ല എന്ന് തീർത്ത് പറയാനാവില്ല. ഇറാൻ ചില കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ന്യായമായ കണ്ടീഷൻസ് ഉണ്ട്, ഒരുപക്ഷെ ഒരിക്കലും നടക്കാത്ത കണ്ടീഷൻസും ഉണ്ട്. ന്യായമായ കണ്ടീഷൻസ്, യുദ്ധ സമാനമായ സാഹചര്യം, അതായത് നാവിക ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചകൾക്ക് ഒരു പ്രസക്തിയും തങ്ങൾ കാണുന്നില്ല. അതുമാത്രമല്ല, ഇറാൻ്റെ കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ ആ മേഖലയ്ക്ക് വളരെ പുറത്ത് വെച്ച് അമേരിക്ക പിടിച്ചെടുക്കുന്നു. അതിൽ നാവികരെ മാറ്റുന്നു, എന്നിട്ട് ആ കപ്പലുകൾ കൈവശം വെക്കുന്നു. ഇതിനെ തെഫ്റ്റ് അല്ലെങ്കിൽ പൈറസി, കടൽക്കൊള്ള എന്നൊക്കെയാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ ഉപരോധം അതേപോലെ മറ്റ് ഉപരോധങ്ങൾ തുടരട്ടെ, പക്ഷേ അമേരിക്കൻ ബ്ലോക്കേഡ്, ഇറാൻ്റെ തുറമുഖങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ ബ്ലോക്കേഡ് തുടർന്നാൽ തങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്ത് വരുന്നത്. ഇറാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാൻ പ്രതിനിധികളോട് ഇറാൻ പറഞ്ഞത് തങ്ങൾക്ക് നേരെയുള്ള നാവിക ഉപരോധം ഒഴിവാക്കിയാൽ, തൽക്കാലത്തേക്കെങ്കിലും ഒഴിവാക്കിയാൽ ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഉണ്ടാവുകയാണ്. ഇപ്പോൾ നോക്കൂ, ചർച്ചയ്ക്ക് വേണ്ടി ഇറാൻ തയ്യാറായതും, അത് രണ്ടാം റൗണ്ട് ചർച്ചയ്ക്ക് വേണ്ടി ഇറാൻ തയ്യാറായതാണ്. ഹോർമോസ് കടലിടുക്ക് ഏതാണ്ട് 24 മണിക്കൂറത്തേക്ക് ഇറാൻ തുറന്നതുമാണ്. അതിൻ്റെ ഉള്ള പ്രേരകശക്തി എന്നാണ്? അമേരിക്ക ചില ഉറപ്പുകൾ കൊടുത്തു. ഇറാൻ്റെ ആസ്തികൾ മരവിപ്പിച്ചത് ഒരുപക്ഷെ റിലീസ് ചെയ്യും എന്നൊരു പ്രതീക്ഷ കൊടുത്തു. അത് സംഭവിച്ചില്ല. 2 ഇസ്രയേൽ ലെബനന് നേരെ ആക്രമണം തുടർന്നു. ഇപ്പോഴിത് ഒരു വെടിനിർത്തൽ ഉണ്ടായി. ആ ഇസ്രയേൽ ലെബനന് നേരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഒരു അവസരമായി കണ്ടുകൊണ്ട് ഇറാൻ ചർച്ചയ്ക്ക് വേണ്ടി സന്നദ്ധമായതാണ്. ആ വെടിനിർത്തൽ തുടരുന്നു. പക്ഷേ അമേരിക്കയുടെ പ്രകോപനം ഇപ്പോഴും പഴയതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് പല ആവർത്തി ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പാകിസ്ഥാൻ്റെ നേതൃത്വം, സൈനിക നേതൃത്വം അസിം മുനീർ എത്തി പലരുമായും ചർച്ച ചെയ്തു. പക്ഷെ നമുക്കൊരു ചോദ്യം ചോദിക്കാം ഇവിടെ. ഹൂ ഈസ് അസിം മുനീർ ടു നെഗോഷിയേറ്റ്? ഒരു രാജ്യത്തിൻ്റെ തലവനല്ല, എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് അല്ല. അസിം മുനീർ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ മാത്രമാണ്. അദ്ദേഹം സൈനിക തലവനാണ്. ഇപ്പോൾ ഭാരതത്തിൻ്റെ സൈനിക തലവൻ ഏതെങ്കിലും രാജ്യത്ത് പോയി നയതന്ത്ര ചർച്ചകൾ നടത്തുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സംവിധാനം അനുസരിച്ച് സിവിലിയൻ കൺട്രോളിലാണ് ആംഡ് ഫോഴ്സസ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് സൈന്യാധിപൻ. പക്ഷെ പാകിസ്ഥാനിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ്. പാകിസ്ഥാൻ്റെ ഭരണകൂടത്തെ തന്നെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത്, ഒരു പരിധിവരെയല്ല പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് സൈന്യമാണ്. അപ്പോൾ സൈന്യം, ISI, തീവ്രവാദ ഗ്രൂപ്പുകൾ, ഭരണകൂടം, ഇതെല്ലാം തന്നെ കൂടിക്കുഴഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ടായിരിക്കാം പാകിസ്ഥാൻ്റെ സൈനിക ജനറൽ അസിം മുനീറിനെ ചർച്ചയ്ക്കായി ടെഹ്റാനിലേക്ക് വിട്ടത്. അമേരിക്ക നേരിട്ട് സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് അസിം മുനീർ എന്ന് ഓർക്കണം. മറ്റ് രാജ്യങ്ങളുടെ സൈനിക തലവന്മാരുമായിട്ടൊന്നും അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കാറില്ല. പലയാവർത്തി അസിം മുനീറിന് അമേരിക്ക സ്വാഗതം അരളിയതാണ്. അതെല്ലാം അമേരിക്കയ്ക്ക് കൂടെ നിയന്ത്രിക്കാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അസിം മുനീർ നിരന്തരമായി ഇറാനിയൻ നേതൃത്വത്തോട്, ഇറാനിയൻ നേതൃത്വമാരെ എന്നതും ഇവിടെ ഒരു ചോദ്യമാണ്. ഇറാനിയൻ നേതൃത്വം പാർലമെൻറ്റിൻ്റെ സ്പീക്കർ മുഹമ്മദ് ഗലിബാഫുമായി
സംസാരിക്കുമ്പോൾ അതിനർത്ഥം എന്താണ്? ഇപ്പം ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളിൽ ഒന്നാണല്ലോ ലെജിസ്ലേച്ചറാണ്, അവിടുത്തെ ലെജിസ്ലേച്ചറാണ് പാർലമെൻറ്റായ മജ്ലിസിൻ്റെ തലവൻ മാത്രമാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. സ്പീക്കർ ഓം ബിർള എന്ന് പറയുന്നത് പോലെ സമാനമായ പൊസിഷനാണ്. നമ്മളങ്ങനെ ചെയ്യുമോ? ഓം ബിർളയെ ഏതെങ്കിലും കാരണവശാൽ ലോക്സഭാ സ്പീക്കറെ നയതന്ത്ര ചർച്ചയ്ക്കായി നിയോഗിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഇറാൻ്റെ രീതി വ്യത്യാസമാണ്. 2 വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ചിയുമായി കൂടിയാലോചനയിലാണ്. മസൂദ് പസഷ്കിയാനുമായി ഒരു പരിധിവരെ കൂടിയാലോചനയാണ്. ഏറ്റവും കുറവ് കേട്ട പേര് മസൂദ് പസഷ്കിയാൻ്റെ പേരാണ്. എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റാണെന്ന് ഓർക്കണം. മിതവാദിയായ ആളാണ്. അയത്തുള്ള അലി ഖൊമൈനിയുടെ വലിയ വിശ്വസ്തനൊന്നുമല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനാണ് നറുക്ക് വീണത്. 2 പേര് മത്സരിച്ചു. മിതവാദിയായ പസഷ്കിയാൻ ജയിച്ചു, പ്രസിഡൻ്റായി. പക്ഷേ ഇവിടെ കിട്ടുന്ന സൂചന ഇറാന് ഉള്ളിലെ ഡി ഫാക്ടോ നേതൃത്വം ഇപ്പോൾ കുറച്ചുകൂടി റാഡിക്കലൈസ്ഡ് ഒരു വിഭാഗത്തിൻ്റെ കൈവശമാണ്. അതായത് ഒരു പക്ഷേ IRGC ഇറാൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. IRGCയുടെ തലപ്പത്തുള്ള ആരും തന്നെ നയതന്ത്ര ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ അവർ നിശ്ചയിക്കുന്ന ക്രമമനുസരിച്ച് അവർ നിശ്ചയിക്കുന്ന ആളുകളെയാണ് ചർച്ചയ്ക്കായി വിടുന്നത്. ഇപ്പോൾ ഇതാ അമേരിക്കയുടെ പ്രകോപനം ഉള്ളതുകൊണ്ട് പ്രസിഡന്റ് പസഷ്കിയാനോ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയോ പാർലമെന്റ് സ്പീക്കർ ഗലിബഹോ എന്തു പറഞ്ഞാലും ആത്യന്തികമായി അംഗീകരിക്കേണ്ട മുജ്തബ ഖൊമൈനിയാണ്. മുജ്തബ ഖൊമൈനി രോഗാതുരനാണ്, അല്ലെങ്കിൽ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഹൈഡൗട്ട്സാണ്. അദ്ദേഹത്തിൻ്റെ ഹൈഡൗട്ട്സിലേക്ക് തന്നെ സന്ദേശങ്ങളൊക്കെ പോകുന്നത് ഈ പഴയ രീതി അനുസരിച്ചാണ്. ഇലക്ട്രോണിക്കലി ട്രേസബിൾ ഒരു രീതിയിലല്ല. ഒരുപക്ഷെ സന്ദേശവാഹകർ പല കൈമറിഞ്ഞ് കൊറിയർ ആണ്, പല കൈമറിഞ്ഞ് സന്ദേശവാഹകന്മാർ അദ്ദേഹത്തിന് സന്ദേശം എത്തിക്കും, തിരിച്ചും അതേപോലെ സന്ദേശം എത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. ഒരുപക്ഷെ IRGCയിലേക്കാണ് സന്ദേശങ്ങൾ എത്തുന്നത്. IRGC യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുമ്പോൾ കുറച്ചുകൂടി തീവ്രമായ നിലപാടാണ്. ഒരുപക്ഷെ മസൂദ് പസഷ്കിയാൻ പലയാവർത്തി പറഞ്ഞു തങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചത് ഇതിൽ ഖേദിക്കുന്നു, അതിനി ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴും അത് ഉടനെ തന്നെ IRGC ഇടപെട്ട് അദ്ദേഹത്തെ കൊണ്ടതിനെ തിരുത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പോഴും യഥാർത്ഥ നിയന്ത്രണം റെവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ കൈവശമായതുകൊണ്ട് ചർച്ചകൾക്ക് ഒരു സമയം നിശ്ചയിച്ച്, നിങ്ങളൊരു സമയം നിശ്ചയിച്ച് സ്ഥലം നിശ്ചയിച്ച് പറഞ്ഞാൽ അവിടെ വന്ന് നിങ്ങളുടെ ടേംസിൽ ചർച്ചയ്ക്കിരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് IRGC. അതുകൊണ്ടാണ് പാകിസ്ഥാൻ എത്രയോ ശ്രമിക്കുമ്പോഴും കൂടെ നിന്നുള്ള രാജ്യങ്ങൾ, അതായത് 3 രാജ്യങ്ങളെങ്കിലും ഈ പ്രക്രിയയിൽ ഇൻഡയറക്റ്റ്ലി പങ്കാളികളാണ്. തുർക്കി, ഈജിപ്റ്റ്, സൗദി അറേബ്യ. ഈ 3 രാജ്യങ്ങളും നിരന്തരമായ ആലോചനകളിലാണ് പാക് സ്പോൺസേഡ് പീസ് പ്രോസസ്സിൽ. അവിടെ പാകിസ്ഥാൻ്റെ മധ്യസ്ഥം വഹിക്കാൻ അമേരിക്ക തയ്യാറായി. ഇറാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറായിട്ടില്ല എന്ന് വേണം കരുതാൻ. 1ാമത്തെ റൗണ്ട് അലസിപ്പിരിഞ്ഞു. കാര്യമായ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ അലസിപ്പിരിഞ്ഞു. അതുകൊണ്ട് ചർച്ചകളിൽ തന്നെയുള്ള പൊതുവിശ്വാസം ഇറാന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ചില ഉറപ്പുകൾ മാത്രം പോരാ, പാലിക്കപ്പെടുന്ന ചില ഉറപ്പുകൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാവിക ഉപരോധം തൽക്കാലത്തെങ്കിലും പിൻവലിച്ച് ചർച്ചയ്ക്കുള്ളൊരു പോസിറ്റീവ് അന്തരീക്ഷം നൽകുക എന്നതാണ്. അത് അമേരിക്കയ്ക്ക് സാധിക്കുന്നിടത്തോളം കാലം ഇറാൻ്റെ നെഗോഷിയേറ്റിംഗ് ടീം പാകിസ്ഥാനിൽ എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ ടോൾ ഇനത്തിൽ ആദ്യമായി വരുമാനം ലഭിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതു മുതൽ പ്രധാന കപ്പൽ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്ക് ഒരു പ്രധാന സംഘർഷഭൂമിയാണല്ലോ. ലോകത്തിലെ എണ്ണ വാതക പ്രവാഹത്തിന്റെ 1/5 മറ്റ് ചരക്കുകളും കടന്നുപോയിരുന്ന ഈ കടലിടുക്കിലൂടെ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കപ്പലുകളെ കടത്തിവിടുന്നുള്ളൂ. US ഇറാനുമേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇനി യുദ്ധത്തിന് മുമ്പത്തെ നിലയ്ക്ക് ഹോർമൂസ് കടലിടുക്ക് മടങ്ങി വരില്ല എന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനിടയിൽ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ബോട്ടുകളെ വെടിവെച്ചിടാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും ഇനി ഹോർമൂസിന്റെ കാര്യത്തിലും മറ്റും? ഹോർമൂസ് വളരെ സങ്കീർണമായി തുടരുകയാണ്. യുദ്ധത്തിന് മുൻപ് ആരും കാര്യമായി പ്രതീക്ഷിച്ചില്ല ഹോർമൂസിൽ ഇതുപോലെയുള്ള ഒരു ഡബിൾ ലോക്ക് ഉണ്ടാകുമെന്ന്. ഇരട്ട ഉപരോധമാണ് ഇറാൻ പ്രഖ്യാപിച്ച ഉപരോധം. എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാകുന്ന ഉപരോധം. ഇറാൻ തങ്ങൾ സ്വാധീന മേഖലയായി, തങ്ങൾ കൈവശ ഭൂമിയായി, കൈവശ പ്രദേശമായി ഹോർമൂസ് കടലിടുക്കിനെ അങ്ങ് പ്രഖ്യാപിച്ചു. അതുവഴി ഏതെങ്കിലും കപ്പലുകൾക്ക് കടന്നു പോകണമെങ്കിൽ തങ്ങൾക്ക് ചുങ്കം ലഭിക്കണം.
അത് നിശ്ചിത ടോൾ കൊടുത്തുകൊണ്ട് മാത്രമേ കടന്നു പോകാവൂ. അതും തങ്ങളുടെ അകമ്പടി കപ്പലുകളുടെ അല്ലെങ്കിൽ ഗൺ ബോട്ടുകളുടെ സഹായത്തോടെ തങ്ങൾ വഴിയൊരുക്കാം. കാരണം മൈനുകൾ പാകിയിട്ടുണ്ടാകുമല്ലോ. അവിടെയും തട്ടാതെ കൃത്യമായി തങ്ങൾ സുഗമമായ പാത ഒരുക്കാം. പക്ഷേ കണ്ടീഷൻ ഇതാണ്, തങ്ങളുമായി സംസാരിക്കണം. തങ്ങളുടെ IRGCയുടെ ഗൺ ബോട്ടുകളൊക്കെ ആയിരിക്കാം അവിടെ വരുന്നത്. അവരുമായി സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് കൃത്യമായ ടോൾ കൊടുത്തുകൊണ്ട് പോകാം. ഇത് അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല. ഒരു പരിധിവരെ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന സാഹചര്യം അങ്ങനെയല്ലായിരുന്നല്ലോ. ഹോർമൂസ് കടലിടുക്ക് സ്വാഭാവിക കടലിടുക്കാണ്. അത് ആരും ഉണ്ടാക്കിയതല്ല, പ്രകൃതിയുടെ വരദാനമാണ്. ലോകത്ത് 37ഓളം മലാക്ക സ്ട്രൈറ്റ് ഉൾപ്പെടെ, പാക് സ്ട്രൈറ്റ്, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് സ്ട്രൈറ്റ് ഉൾപ്പെടെ എത്രയോ കടലിടുക്ക്, ഇംഗ്ലീഷ് ചാനൽ, ആ രീതിയിലുള്ളൊരു പാസേജ് വേ ആണ്. അപ്പോൾ എവിടെയെല്ലാം കടലിടുക്കുകളുണ്ടോ അതൊക്കെ പ്രകൃതി നൽകിയതാണ്, ഏതെങ്കിലും ഒരു രാജ്യം വെട്ടി ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സ്വന്തം ഭൂമിയാണ് എന്ന് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. അതേസമയം രാജ്യത്തിൻ്റെ തീരവുമായി ചേർന്നുള്ള 12 നോട്ടിക്കൽ മൈൽ, 20 കിലോമീറ്ററോളം ഭാഗം പരമാധികാര പ്രദേശവുമാണ്. ആ പരമാധികാര പ്രദേശത്തെ എന്ത് നീക്കവും നടത്താൻ ഒരു രാജ്യത്തിന് അവകാശമുണ്ട്. അതാണ് അന്താരാഷ്ട്ര നിയമം. അപ്പോൾ ഇറാൻ്റെ കടലിടുക്ക്, ഹോർമൂസ് കടലിടുക്കിൻ്റെ നല്ലൊരു ഭാഗം 33 കിലോമീറ്റർ മാത്രമാണ് വീതി എന്ന് ഓർക്കണം. ഒരു ചെറിയ പോയിന്റിൽ ചില ഇടങ്ങളിൽ 50 കിലോമീറ്റർ വീതിയുണ്ട്. ഈ വീതി കുറവുള്ള ഭാഗത്ത് ഇറാനിയൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൻ്റെ മേൽ ഇറാന് പൂർണ്ണ നിയന്ത്രണമുണ്ട്. അവിടേക്ക് ചിലപ്പോൾ പ്രവേശിക്കേണ്ടി വരും. അവിടെ കൺട്രോൾ ചെയ്യാൻ ഇറാന് നിയമപരമായ അവകാശമുണ്ട്. പക്ഷെ അതിന് പുറത്ത് സുഗമമായ ഒരു ധാരണയനുസരിച്ച് സുഗമമായൊരു കപ്പൽപാതയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ആ സുഗമമായ കപ്പൽപാത ഇറാൻ ഇപ്പോൾ അടച്ചിരിക്കുന്നു. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇന്ത്യൻ കപ്പലുകളെ ഉൾപ്പെടെ വെടിവെച്ചതും തടഞ്ഞു നിർത്തിയതും ഒക്കെ തന്നെ. അത് ഇന്ത്യയെ അലോസരപ്പെടുത്തും എന്ന് അറിയാതെയൊന്നുമല്ല. പക്ഷേ തങ്ങൾക്ക് വലിപ്പച്ചെറുപ്പമില്ല. തങ്ങൾ പൂർണ്ണ ഉപരോധം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ ഉപരോധമാണ്, നോ എക്സെപ്ഷൻ ഈവൻ ടു ഇന്ത്യൻ ആൻഡ് ചൈനീസ് ഷിപ്സ് എന്ന ഒരു തീരുമാനമാണ്. അപ്പം അമേരിക്കയും അതേപോലെ തന്നെ കടുപ്പിക്കുകയാണ്. ഹോർമൂസിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടല്ല, മറിച്ച് ഒമാൻ ഉൾക്കടലിൽ, അതായത് ഹോർമൂസിന് കിഴക്കാണ്, ഒമാൻ ഉൾക്കടലിൽ ഏറെ മാറി അമേരിക്കയുടെ ശക്തമായ സേനാ വിന്യാസമുണ്ട്. വിമാനവാഹിനി കപ്പലുകളുണ്ട്, ഗൺബോട്ടുകളുണ്ട്, ഡിസ്ട്രോയേഴ്സ് ഉണ്ട്, സർവൈലൻസ് കപ്പലുകൾ ഉണ്ട്. ഇതെല്ലാം തന്നെ കർശനമായ ഉപരോധം. ആ പ്രദേശത്തെങ്ങും തന്നെ പുറത്തുനിന്ന് കപ്പലുകൾ അടുക്കുന്നില്ല എന്നുറപ്പുവരുത്തുന്നു. അകത്തുനിന്ന് പേർഷ്യൻ ഗൾഫിൽ നിന്നും ഹോർമൂസ് വഴി പുറത്തേക്ക് പോകുന്ന കപ്പലുകളെ പിന്തുടരാനും പിടിച്ചെടുക്കാനും ഒക്കെയുള്ള സംവിധാനം അമേരിക്കയ്ക്ക് ഉണ്ട് എന്നോർക്കണം. അപ്പം ഇതൊരു ചോക്ക് പോയിന്റ് ആയി മാറിയതിൻ്റെ പ്രധാന കാരണം അമേരിക്ക ഏകപക്ഷീയമായ ഒരു ഉപരോധം ഇറാന് നേരത്തെയുള്ള ഉപരോധമല്ല, ഇപ്പോൾ പൂർണ്ണ നാവിക ഉപരോധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇറാനും വിട്ടുകൊടുക്കാനാവില്ല. അതുകൊണ്ടൊരു യുദ്ധതന്ത്രം എന്ന നിലയിൽ, അർഹതയുള്ളത് കൊണ്ടാണ് എന്ന് പറയാനാവില്ല, ഒരു യുദ്ധതന്ത്രം എന്ന നിലയിൽ ഹോർമൂസിൻ്റെ നിയന്ത്രണം ഇറാന് കൈവശമുള്ളിടത്തോളം കാലം ഇറാനുമായി നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. പൂർണ്ണ യുദ്ധത്തിലൂടെ ഒരുപക്ഷെ അത് മോചിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇറാനുമായി ഇന്നല്ലെങ്കിൽ നാളെ ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറായെങ്കിലേ പറ്റൂ. സമ്മർദ്ദം മുഴുവൻ അമേരിക്കയ്ക്കാണ്, ഇറാൻ അല്ല എന്നോർക്കണം. കാരണം ഇറാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ടോളറൻസ് ലെവൽ ഓഫ് ഇറാൻ ഈസ് വെരി ഹൈ. എത്രത്തോളം പ്രഹരമേറ്റു, കാലങ്ങളായി, ഏതാണ്ട് എത്രയോ വർഷങ്ങൾ, 47 വർഷമായി അമേരിക്കയുമായി മുട്ടം വെട്ടി നിൽക്കുകയാണ്. എത്രയോ വർഷമായി ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയിലും ജനങ്ങളുടെ മേലും ഭരണകൂടത്തിന്മേലും വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമ്മർദ്ദം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ശീലമായി മാറിയിരിക്കുന്നു. ഈ സമ്മർദ്ദം തുടർന്നാലും ഇറാന് കൂടുതലൊന്നും സംഭവിക്കാനില്ല. എണ്ണ വിൽപ്പന തടയും എന്നതേ ഉള്ളൂ. ഇപ്പോഴും എണ്ണ വിൽപ്പന മുൻകാലങ്ങളിലും വളരെ നാമമാത്രമായ വിൽപ്പന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചൈന ധൈര്യപൂർവ്വം കൊണ്ടുപോയിരുന്നത് കൊണ്ട് അത് സാധിക്കും. ഇപ്പോൾ അതും സാധിക്കുന്നില്ല. അത് വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് കൂടി കൂടുതലായി വരികയാണ്. മൈനുകൾ അവിടെ പാകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ നൂറുകണക്കിന് മൈനുകൾ പാകിയിട്ടുണ്ട്. ഇത് ഏത് തരത്തിലുള്ള മൈനുകളാണ് എന്നത് അമേരിക്കൻസ് സ്പെക്കുലേറ്റ് ചെയ്യുകയാണ്. ഒരുപക്ഷെ വിദൂര നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ച് പൊട്ടിക്കാൻ കഴിയുന്ന മൈനുകളാണ്. സാധാരണ മൈനുകൾ എന്ന് പറഞ്ഞ കടലിൽ പൊങ്ങിക്കിടക്കുകയും അല്ലെങ്കിൽ അടിത്തട്ടിൽ സ്ഥാപിക്കുകയും ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ, ഒരു കപ്പൽ അടുത്ത് വരുമ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാവുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. അതിനേക്കാൾ വളരെ അഡ്വാൻസ്ഡായ
നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയാവുന്ന ഫ്യൂച്ചറിസ്റ്റിക് മൈനുകൾ ഇറാൻ, കാരണം ഇറാൻ്റെ പ്രതിരോധത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ആ കടലിടുക്ക് നിയന്ത്രിക്കണമെങ്കിൽ മൈനുകൾ വിതറിയോ അല്ലെങ്കിൽ നാവിക ഷിപ്പുകൾ ഉപയോഗിച്ച് മാത്രമേ പറ്റൂ. ഷിപ്പുകൾ മുക്കിക്കളയാൻ കഴിയും. മൈനുകളെ മാറ്റണമെങ്കിൽ മൈൻ വാരി കപ്പലുകൾ ഹോർമൂസിലേക്ക് പ്രവേശിക്കണം. ഇപ്പോഴും ആ രീതിയിലുള്ള ഹോർമൂസിലേക്ക് അമേരിക്കൻ കപ്പലുകൾ പ്രവേശിച്ചതായി റിപ്പോർട്ടില്ല. ചുറ്റുപാടുമുണ്ട്, പക്ഷേ ഹോർമൂസിലേക്ക് പ്രവേശിച്ചതായി റിപ്പോർട്ടുകളില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഓർഡർ നൽകി കഴിഞ്ഞു. ഒരുപക്ഷെ സാറ്റലൈറ്റ് സപ്പോർട്ടിൽ GPS ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനം നിർണ്ണയിച്ചിരിക്കുന്ന മൈനുകളാണ്. അത് ഇറാന് മാത്രമേ ഒരുപക്ഷെ അതിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റൂ. ഇപ്പം ഇറാൻ്റെ സഹകരണം ആവശ്യമായി വരും, മൈൻ നീക്കം ചെയ്യാൻ ഉൾപ്പെടെ. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 6 മാസമെങ്കിലും എടുക്കും മൈനുകൾ ഡിമൈൻ ചെയ്ത് പൂർണ്ണമായി മൈനുകൾ ഒഴിവാക്കി നാവിഗബിൾ ആക്കി മാറ്റണമെങ്കിൽ അത്രയും കാലമെടുക്കും. അതുകൊണ്ട് അമേരിക്കൻ വിപണി വലിയ പാനിക്കിലാണ്. 6 മാസമെന്ന് പറഞ്ഞാൽ യുദ്ധം നീണ്ടുപോയില്ലെങ്കിൽ പോലും, യുദ്ധം കഴിഞ്ഞാൽ പോലും പൂർണ്ണമായും മൈനുകൾ നീക്കം ചെയ്യണമെങ്കിൽ ഇറാൻ്റെ സഹായത്തോടു കൂടി മാത്രമേ പറ്റൂ. അതും 6 മാസത്തോളം വേണ്ടി വരുമെന്ന് പറയുമ്പോൾ എണ്ണവില തുടർന്നും അതിലെ ചരക്ക് നീക്കമാണ് അഫക്റ്റഡ് ആകുന്നത്. ഏതെങ്കിലും മൈൻ പൊട്ടിത്തെറിച്ച് എണ്ണക്കപ്പലുകൾ മുങ്ങുന്ന കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. അതുണ്ടാക്കുന്ന പാരിസ്ഥിതികമായ വൻപൻ ആഘാതം, ആ കടലെടുക്ക് മുഴുവൻ തന്നെ പാരിസ്ഥിതിക മലിനീകരണം ഉണ്ടാവില്ലേ? ഇറാൻ മാത്രമല്ലല്ലോ വിഷയം, സൗദി അറേബ്യയ്ക്കും ഖത്തറിനും ബഹ്റൈനും എല്ലാം തന്നെ, UAE-ക്കും എല്ലാം തന്നെ അവിടുത്തെ തീരക്കടൽ, അവിടുത്തെ മത്സ്യബന്ധനം, അവിടുത്തെ ടൂറിസം, ഇക്കോളജി എല്ലാം തന്നെ അഫക്റ്റഡ് ആവില്ലേ? അതുകൊണ്ട് സാഹസത്തിന് മുതിരാൻ ആവില്ല. അതുകൊണ്ടാണ് ചർച്ചകളുടെ ഒരു അന്തരീക്ഷം സംജാതമായേ മതിയാവൂ. ഇറാന് ചർച്ച ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ അമേരിക്കയ്ക്ക് ചർച്ച ചെയ്തേ പറ്റൂ. ഇതിന് മുൻപുണ്ടായിരുന്ന രീതിയിലേക്കെങ്കിലും ഇത് പുനഃസ്ഥാപിച്ചെങ്കിലേ പറ്റൂ. അപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നു, എന്തിനായിരുന്നു അപ്പോൾ ഇതിന് മുൻപുള്ള സ്ഥിതി തുടരാനാണെങ്കിൽ, പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാനാണെങ്കിൽ? അങ്ങനെയായിരുന്നല്ലോ, യുദ്ധമാണല്ലോ ഹോർമൂസ് പിടിച്ചെടുക്കുന്നതിലേക്ക് ഇറാനെ എത്തിച്ചു നിർത്തിയത്. അമേരിക്ക നടത്തിയ ആക്രമണമല്ലേ? അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരുപാട് ഉത്തരങ്ങൾ അമേരിക്കൻ ജനതയോടും ലോകരാഷ്ട്രങ്ങളോടും ലോക ജനതയോടും പറയേണ്ടതുണ്ട്.